ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുൽഖർ സൽമാൻ നായകനായി സെൽവമണി സെൽവരാജ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഇക്കഴിഞ്ഞ നവംബർ 14 വെള്ളിയാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയ തമിഴ് സിനിമയാണ് കാന്ത. തമിഴിലും തെലുങ്കിലുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ ബുധനാഴ്ച കൂടിയ 6ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തതെങ്കിലും അതിനനുസരിച്ചുള്ളൊരു കളക്ഷൻ ഈ സിനിമയ്ക്ക് ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇതുവരെയുള്ള ആദ്യ 5 ദിവസത്തെ ഈ സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 3,58,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 5ാം ദിവസം കൂടിയ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 32 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 5 ദിവസം പിന്നിടുമ്പോൾ 3,90,00,000 രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. ചിത്രം 4 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തത് 18,45,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 26,45,00,000 രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 5ാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 2 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 5 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 28,50,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒക്ടോബർ 31 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മലയാള സിനിമയാണ് DSC റേ. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമ തിങ്കളാഴ്ച വരെയുള്ള 18 ദിവസം കൊണ്ട് കേരളത്തിൽ 36,30,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 10,80,00,000 രൂപയും കളക്ട് ചെയ്തിരുന്നു. അങ്ങനെ ആദ്യ 18 ദിവസം കൊണ്ട് 47,10,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തത്. വിദേശ കളക്ഷനായി 33 കോടി ഉൾപ്പെടെ 80,10,00,000 രൂപയാണ് ഈ സിനിമയുടെ 18 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ. 19ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ 24 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 36,64,00,000 രൂപയാണ് ഈ സിനിമയുടെ 19 ദിവസത്തെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷൻ 80,50,00,000 റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നു. നവംബർ 14 വെള്ളിയാഴ്ച തിയേറ്ററിലെ ബോളിവുഡ് സിനിമയാണ് ദേ ദേ പ്യാർ ദേ 2. അൻഷിൽ ശർമ്മ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അജയ് ദേവഗൻ, മാധവൻ, രാഹുൽ പ്രീത് സിംഗ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. സിനിമ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസം കൊണ്ട് 46,75,00,000 രൂപയായിരുന്നു ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത്. 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 60 കോടി കളക്ട് ചെയ്ത ഈ സിനിമ 5ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച ലോകമെമ്പാടുമായി 7,50,00,000 റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 5 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഈ സിനിമ 67,50,00,000 രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി നവാഗതനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത് ഈ വരുന്ന നവംബർ 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് വിലായത്ത് ബുദ്ധ. ഇന്ന് ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുകയാണ്. ഇന്നലെ സെൻസറിംഗ് പൂർത്തിയായ ഈ സിനിമയ്ക്ക് UA-16 സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഡിസംബർ 5 റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്ന തെലുങ്ക് സിനിമയാണ് അഖണ്ഡ 2. ബോയപതി ശ്രീനു തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ നന്ദമൂരി ബാലകൃഷ്ണ, സംയുക്ത മേനോൻ, ഹർഷാലി മൽഹോത്ര എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ സെക്കൻഡ് ലിറിക്കൽ സോങ് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. ഹണി റോസ് നായികയായി ആനന്ദിനി ബാല സംവിധാനം ചെയ്ത് ഡിസംബർ 6 തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് റേച്ചൽ. ഈ സിനിമയിലെ ചന്തു സലീം കുമാറിന്റെ ജോഷുവ എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. റഹ്മാൻ നായകനെ റിയാസ് മാറാത്ത് സംവിധാനം ചെയ്യുന്ന അനോമി എന്ന സിനിമയിലെ റഹ്മാന്റെ ജിബ്രാൻ എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ചിത്രത്തിന്റെ റിലീസിംഗ് 2026 ജനുവരിയിലാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ മലയാള സിനിമ, അതായത് 8ാമത്തെ സിനിമ സംവിധാനം ചെയ്യുന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ്. മമ്മൂട്ടി നായകനാകുന്ന ഈ സിനിമയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. കെവിൻ നായകനായി വിക്രം അശോക് തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന മാസ്ക് എന്ന തമിഴ് സിനിമ നവംബർ 21 വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തുന്നത്. ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെ തമിഴ്നാട്ടിലും കേരളത്തിലും ആരംഭിച്ചിട്ടുണ്ട്. സുബോധ് കനോൽക്കർ തിരക്കഥയിൽ സംവിധാനം ചെയ്ത മറാത്തി സിനിമയായ ദശാവതാറിന്റെ മലയാളം ടീസർ ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ്. ഡിസംബർ 12 ഈ സിനിമയുടെ മലയാളം പതിപ്പ് കേരളത്തിൽ റിലീസ് ചെയ്യപ്പെടുകയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.